ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന മനോഹരമായൊരു കഥയെക്കുറിച്ചാണ്. ഈ കഥ ഒരു പ്രത്യേകതരം കുട്ടിയുടെ ജീവിതത്തിൽ സാങ്കേതികവിദ്യ എങ്ങനെ ഒരു മാറ്റം വരുത്തുന്നുവെന്ന് കാണിച്ചു തരുന്നു. ഒപ്പം ഒരച്ഛന്റെ സ്നേഹവും പ്രതീക്ഷകളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആദ്യമായി നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. 1. ഗ്രേറ്റ, കഥയിലെ കേന്ദ്ര കഥാപാത്രം. 16 വയസ്സുണ്ടെങ്കിലും ഗ്രേറ്റ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് ഷൂ ലേസ് കെട്ടാൻ പഠിക്കാൻ 10 വയസ്സായി. കൂടാതെ അവളുടെ സഹോദരനേക്കാൾ 5 ക്ലാസ് പിന്നിലാണ് അവളുടെ വായനാ നിലവാരം. കേൾക്കുന്ന കാര്യങ്ങൾ അവൾ ആവർത്തിച്ചു പറയുന്നത് അവളുടെ ഒരു സ്വഭാവമാണ്. ഗ്രേറ്റയ്ക്ക് സാവധാനം മാത്രമേ ടൈപ്പ് ചെയ്യാൻ കഴിയൂ. 2. അച്ഛൻ. സാങ്കേതികവിദ്യ ഒരു ലെവലറായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാണിത്. അദ്ദേഹം ഗ്രേറ്റയെ വളരെ സ്നേഹിക്കുന്നു. ഇന്റർനെറ്റിൽ സ്ട്രീറ്റുകളും വീടുകളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൈറ്റിനെക്കുറിച്ച് അദ്ദേഹം ഭാര്യയോടും മകനോടും പറയുന്നു. എന്നാൽ അവർക്കതിൽ താൽപ്പര്യമില്ലാതെ വന്നപ്പോൾ ഗ്രേറ്റയെ കമ്പ്യൂട്ടറിന് മുന്നിലിരുത്തി അവളുടെ ലോകം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. 3. അമ്മയും സഹോദരനും. ഇവർക്ക് സാങ്കേതികവിദ്യയിൽ വലിയ താൽപ്പര്യമില്ല. അമ്മ ദിവസവും കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യുന്നതിനാൽ വൈകുന്നേരം പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മകൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാമെങ്കിലും അതിൽ താൽപ്പര്യമില്ലാതെ കരാട്ടയിൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. കഥയുടെ പ്രധാന ആശയങ്ങൾ അഥവാ ദ മെയിൻ തീംസ്. 1. സാങ്കേതികവിദ്യയുടെ മാനുഷികമുഖം, ദ ഹ്യൂമൻ ഫേസ് ഓഫ് ടെക്നോളജി. ഈ കഥ സാങ്കേതികവിദ്യയുടെ നല്ല വശം കാണിച്ചു തരുന്നു. പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളും ഭാവനകളും യാഥാർത്ഥ്യമാക്കാൻ സാങ്കേതികവിദ്യ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അച്ഛൻ ഗ്രേറ്റയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. 2. അച്ഛന്റെ സ്നേഹവും പ്രതീക്ഷകളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗ്രേറ്റയ്ക്ക് സ്വന്തമായൊരു വീടുണ്ടാകില്ലെന്നും അവൾ അവളെപ്പോലെയുള്ള മറ്റുള്ളവരുമായി ഒരു ഗ്രൂപ്പ് ഹൗസിൽ താമസിക്കേണ്ടി വരുമെന്നും അച്ഛൻ മനസ്സിലാക്കുന്നു. എങ്കിലും ആ വീട് ഗ്രേറ്റ ആഗ്രഹിച്ചതുപോലെ വലുതും വെളുത്ത കർട്ടനുകളോടും ഇഷ്ടപ്പെട്ട പഴങ്ങളുള്ള ഒരു തോട്ടത്തോടും കൂടിയതാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതൊരു അച്ഛന്റെ ഹൃദയസ്പർശിയായ സ്നേഹവും മകളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ്. 3. യാഥാർത്ഥ്യവും ഭാവനയും. ഗ്രേറ്റ കമ്പ്യൂട്ടറിൽ യഥാർത്ഥ പീച്ചുകളുണ്ടാകുമെന്ന് കരുതിയപ്പോൾ നിരാശപ്പെടുന്നു. എന്നാൽ അച്ഛൻ അത് ബുക്കുകളിലെ വാക്കുകൾ പോലെയാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് അവൾ കമ്പ്യൂട്ടറിലെ വാക്കുകളെ ഭാവനയിലൂടെ മനസ്സിലാക്കാൻ പഠിക്കുന്നു. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗ്രേറ്റയുടെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇന്റർനെറ്റ് സൈറ്റിനെക്കുറിച്ച് ഇത്രയധികം ആവേശഭരിതനായിരുന്നത്? ഗ്രേറ്റയ്ക്ക് ഒരു യഥാർത്ഥ വീടല്ലാത്തതുകൊണ്ട് അതിലൊരു ബാത്റൂം ആവശ്യമില്ലെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഗ്രേറ്റയെപ്പോലെയുള്ള കുട്ടികൾക്ക് ഒരു സഹായഹസ്തമാകുന്നത്? നിങ്ങൾക്കറിയാവുന്ന മറ്റുദാഹരണങ്ങൾ പറയാമോ? കഥയുടെ അവസാനം ഗ്രേറ്റയുടെ അച്ഛന്റെ ചിന്തകൾ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സാങ്കേതികവിദ്യ കേവലം ഒരു ഉപകരണം മാത്രമല്ല, സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണെന്നാണ്.